എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ്. വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ് ഇതാണ്. നമ്മൾ ചിക്കനെല്ലാം കുറച്ച് കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ദിവസം എടുക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതുപോലെയുള്ള കവറിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നമ്മൾ സൂക്ഷിച്ചാൽ, ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എളുപ്പത്തിൽ എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടി പുറത്ത് വെച്ച് തണുക്കാൻ ആക്കണ്ട. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലുള്ള കവറിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് ദിവസം എടുത്താൽ മതി. അപ്പോൾ ഇതൊരു വളരെ ഉപകാരമുള്ള ഒരു ടിപ്പാണ്. സിപ്പ് ലോക്ക് ബാഗിലോ എയർ ടൈറ്റുള്ള പാത്രത്തിലോ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ വാങ്ങി സൂക്ഷിക്കുന്നവർക്കുള്ള ടിപ്പാണിത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അടുത്തതായിട്ട് കറിവേപ്പില ടിപ്സാണ്. അപ്പോൾ കറിവേപ്പില പറിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുത്തി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 3 ദിവസത്തേക്കുള്ള കറിവേപ്പില സേഫായിട്ട് ഇരിക്കും. അപ്പോൾ എല്ലാ വീട്ടിലും നമ്മൾ ഇതുപോലെ ചെയ്ത് എടുക്കുന്നതാണ്. നമ്മൾ കറിവേപ്പില പൊട്ടിച്ചാൽ ഒരു 3 ദിവസത്തേക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ കറിവേപ്പില നല്ലതുപോലെ കഴുകി നല്ലതുപോലെ വെള്ളം ആറിക്കഴിഞ്ഞാൽ എയർ ടൈറ്റ് പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് മേലെ ഭാഗത്തും അങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് കൂടുതൽ ദിവസം എടുക്കാം. പിന്നെ ഇതാണ് ഒരു രീതി. നമ്മൾ ഐസ് ട്രേയിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിലേക്ക് വെള്ളമൊഴിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇത് കറിവേപ്പില കിട്ടാൻ പാടുള്ളവർക്ക് ഏറ്റവും ഉപകാരമുള്ള ടിപ്പാണ്. മാസങ്ങളോളം ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഫ്രീസറിൽ വെച്ചാൽ. ഒരു വലിയ ട്രേയിൽ ആക്കി വെച്ചാൽ മതി. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ശർക്കര ആവശ്യത്തിന് ഉപയോഗിക്കുമല്ലോ, പായസത്തിനായാലും സ്നാക്സ് ഉണ്ടാക്കാനെല്ലാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ശർക്കര ഉരുക്കി ഇതുപോലെ, ഞാനിവിടെ സ്റ്റീൽ പാത്രത്തിലാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ ഉരുക്കി അരിച്ച് ഒഴിച്ച് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആവശ്യത്തിന് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. നനഞ്ഞ സ്പൂൺ കൊണ്ട് എടുക്കാതെ നമ്മൾ ഒഴിച്ച് എടുത്താൽ മതി. പാത്രത്തിലേക്ക് ഒഴിച്ച് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. ഇനി അടുത്ത ടിപ്പ് ഇതാണ്. ഇത് റേഷൻ കടയിലെ ആട്ടയാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള പരാതി റേഷൻ കടയിലെ ആട്ടപ്പൊടി കൊണ്ട് ശരിക്കും ഉള്ള നല്ല സോഫ്റ്റായ ചപ്പാത്തി കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടിപ്പാണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, റേഷൻ ആട്ട കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അരിപ്പ എടുത്ത് അതിലേക്ക് നമുക്ക് കിട്ടിയ പൊടികൾ ഇതിലേക്കിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമ്മൾ മൊത്തമായിട്ട് സൂക്ഷിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കാം, കാണിച്ചു തരാം. ഇത് അരിച്ചെടുക്കുമ്പോൾ എത്രത്തോളം അതിൽ വേസ്റ്റ് കിട്ടും നോക്കാം. ഒരു പ്രാവശ്യം അരിച്ചപ്പോൾ തന്നെ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 പാക്കറ്റാണ് ഞാനിവിടെ അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ അരിച്ചെടുത്താൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയം പിന്നെ അരിപ്പയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അതിൽ നിന്ന് സ്പൂൺ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ മുഴുവനായിട്ടും ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആട്ടെല്ലാം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. 3 പാക്കറ്റ് ഫുള്ളായിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ആറിയ ശേഷമാണ് പാത്രം എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് മുഴുവനായി. അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം കിട്ടിയിട്ടുള്ള വേസ്റ്റാണിത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് ചപ്പാത്തി സോഫ്റ്റാകാതെ ഹാർഡായി പോകുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. നമ്മൾ ആട്ട പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ഗ്രാമ്പു ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ പ്രാണിയോ പാറ്റയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നനവൊന്നും ഇല്ലാത്ത സ്പൂണ് വേണം ഇതിലേക്ക് ഇട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് വേറൊരു സ്പൂണ് കരുതിയാലും മതി. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് സൂക്ഷിക്കാം. പിന്നെ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് ഇടിയപ്പത്തിന് കുഴച്ചെടുത്ത മാവാണ്.
അപ്പോൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുമ്പോൾ 2 ടീസ്പൂൺ എണ്ണയും കൂടി കൂട്ടിയിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇടിയപ്പം നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതി. 2 തട്ടിലേക്കും നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുത്ത് നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അധികം ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടാകെ ഒട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇടിയപ്പം പിഴിയുന്നതിന് മുന്നേ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ആവി വന്നാൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇടിയപ്പെല്ലാം നന്നായി കിട്ടുക. അത് ഏത് ഇഡലി ആയാലും ഇടിയപ്പായാലും എല്ലാം നമ്മൾ നല്ലതുപോലെ ആവി വന്നതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഇടിയപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. എടുക്കാം. ഇതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും നമ്മൾ ഓയിൽ തടയി കൊടുത്താൽ. അപ്പോൾ ഞാനിവിടെ ഇടിയപ്പത്തിന് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു തവണ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് നല്ല പെർഫെക്റ്റായിട്ട് റാഗി ഇഡലി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമെന്നാണ്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാവർക്കുമുള്ള പരാതിയാണ് റാഗി ഇഡലി നല്ല ഹാർഡായി പോകുന്നത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയുള്ള ടിപ്പാണ് കാണിക്കുന്നത്. ഞാനിവിടെ 1 കപ്പിൽ റാഗിയാണ് എടുത്തിട്ടുള്ളത്. അതിതാ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. വൈകുന്നേരമാണ് ഞാനിവിടെ കുതിർത്ത് വെക്കുന്നത്. പച്ചവെള്ളത്തിലാണ് കുതിർത്ത് വെക്കുന്നത്. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇത് കുതിർത്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അതും വൃത്തിയായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചിട്ട് കുതിർത്താലും പ്രശ്നമൊന്നുമില്ല. മുത്താറിയാണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത്, അരിയല്ല. അരിയാകുമ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലാണ് കുതിർത്ത് വെക്കേണ്ടത്. എന്നാലാണ് റേഷൻ അരിയെല്ലാം കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഉഴുന്നെല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം റാഗിയും ഇതുപോലെ കഴുകിയെടുത്ത് ഇതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5 മണിക്കൂറെല്ലാം കഴിഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഇതാ സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി കഴുകിയെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ആ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. പിന്നെയും നമ്മൾ കഴുകിയെടുക്കാൻ പറയുന്നത് 1 പ്രാവശ്യം കൂടി നമുക്ക് കഴുകിയതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. റാഗിയിൽ നല്ലതുപോലെ അഴുക്കുണ്ടാവും. അതുകൊണ്ടാണ് നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുക്കണമെന്ന് പറയുന്നത്. കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അതിൽ നല്ല അഴുക്കുണ്ടാവും. അതുകൊണ്ടാണ് രണ്ടാമതും കഴുകിയെടുക്കുന്നത്. അപ്പോൾ ജാറെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അരച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ഉഴുന്നും ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സീക്രട്ടായ ആ ഇൻഗ്രീഡിയൻസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി അടുത്തത് സോഫ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്, ടേസ്റ്റ് കൂട്ടാനും സോഫ്റ്റാക്കാനും വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. ഇനി ഇതിലേക്ക് സോഫ്റ്റാകാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ വെള്ള അവിലാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ റാഗിക്ക് നല്ലൊരു ടേസ്റ്റും സോഫ്റ്റും ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കുമ്പോൾ നല്ല ഹാർഡായിരിക്കും. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇഡ്ഡലിയും ദോശയെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ പൊളിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ലൂസാക്കി അരച്ചെടുക്കാം. ഇഡ്ഡലിക്ക് നല്ല കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത്. എന്നാലാണ് ഇഡ്ഡലി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുക. ആദ്യം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് ചെയ്യും പോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ച് വെച്ചാൽ മതി. കുറച്ച് ചൂട് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇഡ്ഡലിക്കെല്ലാം അരച്ച് വെക്കുമ്പോൾ വെക്കേണ്ടത്. ഞാനിപ്പോൾ ഓവനുള്ളത് കൊണ്ട് ഓവനിലേക്കാണ് വെച്ച്
റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ രാവിലെയാണ് എടുക്കുന്നത്. ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെച്ചാൽ നല്ലതുപോലെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് ഞാൻ ഓവനിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ രാവിലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ മാവെല്ലാം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു തവണയും കൂടി മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ പാത്രമെല്ലാം റെഡിയായി വരുന്നത് വരെ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് പാത്രമെല്ലാം റെഡിയാക്കി വരുന്നത് വരെ അതോടെ റെസ്റ്റ് ചെയ്യട്ടെ, മാറ്റി വെക്കാം. അതിനുശേഷം വെള്ളമെല്ലാം തിളച്ച് വന്നാൽ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയെല്ലാം തടവി കൊടുത്തിട്ടാണ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. തട്ടിലേക്ക് ആദ്യം എണ്ണ തടവിയതിന് ശേഷമാണ് ഞാൻ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തട്ടും അവിടെ ചൂടായി കാണും. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ചെയ്തെടുത്താലാണ് നല്ലത്, ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുക്കാം. റാഗിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇഡ്ഡലിയെല്ലാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിന് എടുക്കാം. എടുത്തതിന് ശേഷം കുറച്ച് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുക്കാൻ വേണ്ടി ഇതേപോലെ സ്പൂണ് നേരിയ വക്കുള്ള സ്പൂൺ എടുത്താലാണ് നല്ലത്. അപ്പോൾ അതുപോലെ പെർഫെക്റ്റായി കിട്ടും. സ്പൂണ് കുറച്ച് വെള്ളത്തിൽ നനച്ചെടുത്താലും പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയാൽ ആ റാഗീൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ലാതെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലാണ് നല്ലത് ചില ദിവസങ്ങളിൽ. ഇനി ഈ ഇഡ്ഡലിക്ക് വേണ്ടി നമ്മൾ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചട്നിക്കും ടിപ്സ് ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വറുത്ത നിലക്കടലയാണ്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടാണ് നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നിലക്കടല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ വെളുത്തുള്ളിയും, ചെറിയൊരു വെളുത്തുള്ളി മതി, 2 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിന് അനുസരിച്ച് അളവ് കൂട്ടിയെടുത്താൽ മതി. പിന്നെ ചട്നി കുറേ സമയം കേടാകാതിരിക്കാനും, കുറേ സമയം കഴിയുമ്പോൾ കളറ് മാറും അല്ലേ ചട്നി. അപ്പോൾ നമ്മളിതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിക്ക് വേണ്ടി ഞാനിവിടെ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ദോശയും ഇഡ്ഡലിയെല്ലാം ആകുമ്പോൾ അതിന് തന്നെ ഒരു പുളിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട, പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ലൂസിന് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ തിളപ്പിച്ചേറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വറുത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്തിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ആ എണ്ണയുടെ അളവ് കുറക്കാൻ വേണ്ടിയാണ് വറുത്തിട്ട് കൊടുക്കാത്തത്. ആവശ്യമുണ്ടെങ്കിൽ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം വറുത്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ആ എണ്ണ ഒഴിവാക്കാൻ വേണ്ടി ഞാനിവിടെ വറുത്തിട്ട് കൊടുക്കാത്തതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.